ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ഒരു ജൂൺ മാസത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണ്, ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഓഫേഴ്സ് നമ്മൾ എല്ലാ മാസവും ഫസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പം കുറേ ആയിട്ടില്ല, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ ഓഫേഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 5 days മാത്രമായിരിക്കും. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്പെസിഫിക് പേഴ്സണുമായിട്ടുള്ള ഈ ഒരു മാസത്തിൽ, ജൂൺ മാസത്തിൽ ഉള്ള എനർജി എന്തായിരിക്കും, റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്തായിരിക്കും. ഫസ്റ്റ് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് കിട്ടിയത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതൊരു ലവിൻ്റെ കാർഡാണ്, ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ റീയൂണിയൻ പോസിബിലിറ്റി ഉള്ളൊരു കാർഡാണ്. മാരേജ് പോസിബിലിറ്റി, പ്രപ്പോസൽസ്, ഇങ്ങനെയൊക്കെയുള്ളൊരു കാർഡാണ്. സോ ഇത് വളരെ പോസിറ്റീവാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റിയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു മാസത്തിൽ. അതുപോലെ പുതിയ പുതിയ ഫീലിങ്സ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. ഒരു ന്യൂ ലവ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. മാരേജ് പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് മാരേജിൻ്റെ അവസ്ഥ വരെ വന്നെത്തി മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസിബിലിറ്റി അത് ഒരു സക്സസ്സിലേക്ക് മാറും എന്നുള്ളതാണ്. അതുപോലെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതലായിട്ടും കണക്ട് ആവും. മീൻസ് നിങ്ങൾ കൂടുതലും ഈ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കും ഈ ഒരു മാസത്തിൽ എന്നുള്ളത് മെയിൻലി കാണുന്നുണ്ട്. പിന്നെ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ് ന്യൂ ലവ് ഉണ്ടാകും എന്നുള്ളതാണ്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഒക്കെ മാറി ഒരു പുതിയൊരു സ്നേഹത്തിൻ്റെ രീതിയിലേക്ക് റിലേഷൻഷിപ്പ് ഒരു തരത്തിലേക്ക് എത്തുക എന്നുള്ള രീതിയിൽ എത്തും എന്നുള്ളത് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. 6 of Swordsൻ്റെ എനർജിയാണ്. ഒരു ട്രാൻസിഷൻ എനർജിയാണ്. അതായത് ഒരു ചേഞ്ച് എന്തായാലും ഉണ്ടാകും. ഈ മൂവ് ഓൺ കാണുന്നുണ്ട്. പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം മൂവ് ഓൺ ആയി പോകും. ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങളുടെ അടുത്തോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാൻ പറ്റാത്ത രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മൂവ് ഓൺ ആയി പോകും. ആ ഒരു തോട്ട് മൂവ് ഓൺ ആയി പോകും എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് അത് മറന്നു പോകുന്ന രീതിയിൽ പാസ്റ്റിനെ പാസ്റ്റായിട്ട് തന്നെ വിട്ട് കളയും. അത് ഇപ്പോൾ നിങ്ങളാണ് ആ മിസ്റ്റേക്ക് ചെയ്തതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് പാസ്റ്റായിട്ട് തന്നെ വിട്ട് കളഞ്ഞോളും. ഇനിയിപ്പം നിങ്ങളുടെ പേഴ്സണാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കും, അതിൽ നിന്ന് മൂവ് ഓൺ ആകാൻ ശ്രമിക്കും എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. പിന്നെ റിലേഷൻഷിപ്പിൽ ഇപ്പം എൻഡിങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, മീൻസ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ പേഴ്സൺ മൂവ് ചെയ്യുന്ന ഒരു എനർജി ഈ ഒരു കാർഡിനകത്തുണ്ട്. അപ്പം ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്യേണ്ട അവസ്ഥകൾ അവർക്ക് വന്നേക്കാം. പക്ഷേ കറൻ്റ്ലി അവർ അത് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതായത് അവരുടെ പുറകിൽ മൂവ് ചെയ്യും, പക്ഷെ അത് മനസ്സില്ലാ മനസ്സോടെ അവിടെ ചെയ്യേണ്ട ഒരു കടമയില്ലേ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് മാത്രമായിരിക്കും. ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ആൻഡ് 8 of കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഏസ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എല്ലാം ഒരു വിക്ടറിയുടെ എനർജിയാണ് ഈ മാസത്തിൽ. ഓക്കെ, ഏസ് ഓഫ് കപ്സും ഏസ് ഓഫ് വാൺസും ഏസ് ഓഫ് പെൻഡക്കിൾസും ഒക്കെ വിക്ടറി, സക്സസ് എത്തും എന്നുള്ള രീതിയിൽ കാണിച്ചു തരുന്നതാണ്. അതായത് ഒരു റീയൂണിയൻ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ബെറ്റർ ആയി പോവുക, ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയി പോകുന്ന ഒരു എനർജിയാണ്. ഇതിനകത്ത് 8 of കപ്സ് വരുന്ന സമയത്ത് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായേക്കാം ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു മാസത്തിൽ എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്ന ഒരു എനർജിയിലേക്ക്, അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. നേരത്തെ പറഞ്ഞു തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്യേണ്ടി വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം അങ്ങനെ മൂവ് ചെയ്യേണ്ടി വരുന്നത് സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കാം. സോ നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ എസ്കേപ്പ് ആവുന്നത് പോലെ, അവർ ഓടി ഒളിക്കുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. മാറിപ്പോകുന്നത് പോലെ തോന്നിയേക്കാം. നിങ്ങൾക്ക് ഒറ്റപ്പെട്ടൊരവസ്ഥ ഫീൽ ചെയ്തേക്കാം. പക്ഷെ മനസ്സിലാക്കാം അതൊരു ടെമ്പററി മാത്രമാണ്. ആ പേഴ്സണിൽ നിന്നും അത് ആ ഒരു സിറ്റുവേഷൻ അവർക്കത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥ മാത്രമായിട്ടാണ്. ബാക്കി ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് നടക്കും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പം ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായാലും നിങ്ങളിപ്പം ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. ഇതെല്ലാം ന്യൂവിനെ കാണിച്ചു തരുന്നതാണ്, ന്യൂ ബിഗിനിങ്സിനെ കാണിച്ചു തരുന്ന കാർഡുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അതായത് സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയാലും അതിൻ്റെ ഇടയിൽ ഒരു ഓൺ ആൻഡ് ഓഫ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നല്ല രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വർക്കായി കിട്ടും ഈ ഒരു മാസത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഈ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാതിരിക്കുക, ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിലൊരു ചേഞ്ച് സംഭവിക്കും. ഒരു പുതിയ കരിയർ കാണുന്നുണ്ട്. ഏസ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഗ്രോത്തിൻ്റെ കാർഡാണിത്. ഇത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്റ്റിലെ കാര്യം ക്ഷമിച്ച് കളയും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ആരുടെ ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത്, റോങ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്, അത് ഇതിൽ ഒരാൾ ക്ഷമിച്ച് കളയും എന്നുള്ളത് കാണുന്നുണ്ട്. ഇവൺ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അപ്പം എന്തായാലും ഇത് ന്യൂ ബിഗിനിങ് പോലെയാണ്. അതായത് പാസ്റ്റിൽ എന്തോ നടന്നു, അതവിടെ ഇരിക്കട്ടെ, ഇനി ഒരു ന്യൂ ബിഗിനിങ് ആയിട്ടുള്ള സ്റ്റേജ് എന്നുള്ള രീതിയിൽ റിലേഷൻഷിപ്പിന്റെ അടുത്തൊരു തരത്തിലേക്ക് അത് എത്തും എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ക്ലെയിം ചെയ്യുക. ഒരു റീയൂണിയനും അതുപോലെ ന്യൂ ബിഗിനിങ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു മാസത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഓൺ ആൻഡ് ഓഫ് കാര്യങ്ങൾ വരും. അത് സിറ്റുവേഷൻ ബേസ് ചെയ്ത് അവർ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ മാത്രമായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കുക. സൺ കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് റീബേർത്തിൻ്റെ കാർഡാണ്. എഗെയിൻ ന്യൂ ബിഗിനിങ് ആണ്, റീബേർത്തിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് ഈ മാസം ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പം എന്തൊരവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിലും ഒരു ഹാപ്പിനെസ് ഈ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ വളരെ ഫണ്ണായിട്ട് ലൈഫിനെ മീൻസ് ഒരു ഈസി ആയിട്ട് നിങ്ങൾ ലൈഫിനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ പേഴ്സൻ്റെ കൂടെ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു സക്സസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ജസ്റ്റിസിൻ്റെ കാർഡാണിത്. ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റിസ് എന്ന് പറയുമ്പം നിങ്ങൾ ഇത്രയും നാളും ഒറ്റയ്ക്ക് തന്നെ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിലൊരു റിസൾട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് ആ ജസ്റ്റിസ് കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. ഒരു ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടും. രണ്ടു പേർക്കും ഒരു ക്ലിയർ മൈൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് കാണുന്നുണ്ട്. ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം കോണ്ടാക്റ്റ് ഒന്നുമില്ല, ഏത് വിധേനയും ഒരു കോണ്ടാക്ട് ചെയ്യാനില്ല, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, ഒന്നും പറയുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയും നാളും ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു കാർഡും കൂടി എടുക്കാം. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇത് ഡിസ്കണക്ട് ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്കായാലും ആ പേഴ്സൺ ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു എനർജിയാണ്. സോ നിങ്ങളത് മനസ്സിലാക്കും. ഈ ഒരു മാസത്തിൽ നിങ്ങൾ രണ്ടുപേരും അത് റിയലൈസ് ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യും. ഇപ്പം ചുറ്റിനിപ്പോൾ വേറെ ആളുകൾ സ്നേഹം തന്നാൽ പോലും, അതായത് നിങ്ങൾക്കായാലും അവർക്കായാലും സ്നേഹം തന്നാൽ പോലും അതിലൊരു സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ അത്രയും നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അതായത് ആ പേഴ്സണെ തന്നെ വേണം എന്നുള്ളൊരു തോട്ട് അത് ഈ പേഴ്സണും ഉണ്ടാകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിട്ട് ആ എനർജി ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട്. ഒരു ഡിസ്കണക്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും കൂടെ ഇല്ലെങ്കിൽ, പ്രസൻസ് ഇല്ലെങ്കിൽ എന്നുള്ളതാണ്. സ്നേഹം തരാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാകും,
വേറെ ആളുകളുടെ സ്നേഹമോ പ്രപ്പോസൽസൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം, ന്യൂ പ്രപ്പോസൽസ് കിട്ടിയേക്കാം. പക്ഷെങ്കിൽ അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളായാലും ആ പേഴ്സൺ ആയാലും റിജക്റ്റ് ചെയ്യുന്നൊരവസ്ഥ, അതായത് അവർ തന്നെ മതി എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്കും ആ പേഴ്സണും ഉണ്ടാകും. അതായത് ഇത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു മാസം എന്ന് കാണുന്നുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസിന് എനർജി സംടൈംസ് ജഗ്ലിംഗ് അവസ്ഥ വരും, അതായത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാകും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്യേണ്ടി വന്നേക്കാം. ഇപ്പം നിങ്ങളൊരു എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ടൈം കൊടുക്കേണ്ടതാണെങ്കിൽ അവരത് കൊടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ആ ഒരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട്. അത് സിമ്പിളായിട്ട് എടുക്കുക, അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഡിസിഷൻ എടുക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ. പിന്നെ മജീഷ്യൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിനകത്ത്. സോ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച്, അതായത് ഓവർ തോട്ട്സിനെ ക്യാരി ചെയ്യാതിരിക്കുക. ബിക്കോസ് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. അപ്പം മജീഷ്യൻ്റെ എനർജി ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഈസി ആയിട്ട് നടക്കും എന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. ഇവിടെ സോഡിയാക് സൈൻ വന്നിട്ടുള്ളത് അക്യൂറിയസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ലിബ്ര ഉണ്ട്, പൈസിസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ടോറസ് ഉണ്ട്, വിർഗോ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, ലിയോ ഉണ്ട്, അക്യൂറിയസ് അഗെയിൻ വന്നിട്ടുണ്ട്, അക്യൂറിയസ് അഗെയിൻ വന്നിട്ടുണ്ട്, ജമിനി ഉണ്ട്, ക്യാൻസർ, സാജിറ്റേറിയസ്, സ്കോർപിയോ. ഇനി ക്ലോസും കൂടി നോക്കാം. ലെറ്റർ ക്യൂ ഉണ്ട്, ലെറ്റർ ഡി 37, 26, ലെറ്റർ ഇ 22, 48, 48 again, 51, 32, എസ്, ലെറ്റർ എ 24 and 23, ലെറ്റർ എ 36, ലെറ്റർ എം 16 and 6 വന്നിട്ടുണ്ട്, ലെറ്റർ എം അഗെയിൻ വന്നിട്ടുണ്ട്, 37, 50, 29, ലെറ്റർ എ, ലെറ്റർ എസ് വന്നിട്ടുണ്ട്, 33, 23, ലെറ്റർ ഡി അഗെയിൻ വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, ലെറ്റർ എൻ ഉണ്ട്, 17 ഉണ്ട്, 7 ഉണ്ട്, 41, ലെറ്റർ എൽ, ലെറ്റർ എസ് അഗെയിൻ, ലെറ്റർ എം അഗെയിൻ, 51, 48 again, 46, 23, 49, ലെറ്റർ എം, എൻ ആൻഡ് 10. ഓക്കെ, നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. അപ്പോൾ ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഓർ സബ് ചെയ്യുക. നിങ്ങളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.